ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു പായസം തയ്യാറാക്കിയാലോ? പായസം ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് സേമിയ പായസം തയ്യാറാക്കാം. മറ്റു പായസത്തെ അപേക്ഷിച്ച് ഈ സേമിയ പായസം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. ഇതുകൂടാതെ സേമിയയും ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്തെടുത്ത് മാറ്റാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ 14 കാഷ്യൂ നട്ട്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റാം. അടുത്തതായിട്ട് കുറച്ച് ഉണക്കമുന്തിരിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ നിറയെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് സേമിയ ഒന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നെയ്യുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഏകദേശം ഇത്രയും നെയ്യാണ് ഞാൻ മാറ്റിയത്. ഇനി നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. 1 കപ്പ് സേമിയയാണ് എടുത്തത്. 250 ml കപ്പിന് 1 കപ്പ് സേമിയയാണ് എടുത്തത്. ഇനി ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. റോസ്റ്റഡ് വെർമിസെല്ലിയാണ് വാങ്ങുന്നതെങ്കിലും 1 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. റോസ്റ്റഡ് അല്ലാത്ത വെർമിസെല്ലി ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പാനിൻ്റെ ചൂടിൽ കൂടുതലങ്ങ് കളർ മാറിപ്പോകും. ഇനി നമുക്ക് ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. 5 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പായസം തയ്യാറാക്കാനായിട്ട് കുറച്ച് കട്ടിയുള്ള പാലാണ് നല്ലത്. ഇപ്പോൾ പാലിവിടെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർക്കാം. സേമിയ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. സേമിയ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നുമില്ലാതെ തന്നെ പഞ്ചസാര മാത്രം ചേർത്ത് തയ്യാറാക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ പായസത്തിന്. ഇപ്പോൾ നമ്മുടെ പായസം നല്ലതുപോലെ ഒന്ന്
കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്തത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി അങ്ങ് കുറുകി വരും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയുമാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.